ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് ചാമി. പാലക്കാടാണ് സ്വദേശം. തൃശ്ശൂരാണ് ഞാൻ താമസം. കുറേ കാലങ്ങളായിട്ട് മുംബൈയിൽ സെറ്റിൽഡ് ആയിരുന്നു. എനിക്കറിയാം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് അവർ ടൈം ഈസ് ഈക്വൽ ടു സക്സസ് എന്ന് പറയും. നിങ്ങൾ ഈ കാണുന്ന ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വലിയ വിലപ്പെട്ട നിമിഷങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. വളരെ ഷോർട്ടായിട്ടുള്ള ഈ വീഡിയോ നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്റ്റായിട്ടും ഒരു ബിസിനസ്സായിട്ടും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൺസെപ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നു. ഡോളർ ഹബ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലേക്ക് വളരെ സ്വാഗതം. ദി വേൾഡ് ബെസ്റ്റ് സിംഗിൾ ലെഗ് പ്ലാൻ, അതാണ് എൻ്റെ ഒരു വാക്യം. അതായത് ഇത് വേൾഡ് ബെസ്റ്റ് സിംഗിൾ ലെഗ് പ്ലാൻ എന്ന് പറയാൻ കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുറേ കമ്പനികളുണ്ട്. പ്രൊഡക്റ്റ് ബേസ് ഉണ്ട്, ക്രിപ്റ്റോ ബേസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ ആ കമ്പനിയിലെ ഒരു പ്ലാനാണ് സിംഗിൾ ലെഗ് പ്ലാൻ. ആ സിംഗിൾ ലെഗ് പ്ലാനിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താമാണ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് www.dollarhub.us. ഈ കമ്പനി UK ഗവൺമെന്റിൽ ഓൾറെഡി രജിസ്റ്റർഡ് ചെയ്തിട്ടുള്ള ആസ് എ ക്രിപ്റ്റോ പ്രൊജക്ട്. പിന്നെ കമ്പനിയുടെ ഒരു ആമുഖം ഞാൻ തരാം. ഇതൊരു ലൂസേഴ്സ് ഇല്ലാത്തൊരു കൺസെപ്റ്റാണ്. അതായത് ഇതൊരു പ്രോഫിറ്റബിൾ പ്ലാനാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഒരു സിംഗിൾ ലൈൻ പ്രൊജക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലാണ് ഇതിന്റെ ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, വേൾഡിൽ എവിടെ വേണമെങ്കിലും ഈ ബിസിനസ് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും ഇതിന്റെ എല്ലാ സർവീസുകളും. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് 100% ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുമ്പോൾ അതിന് വിശ്വസിക്കാൻ കൂടുതൽ പറ്റും. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തൊക്കെ സംഭവിക്കണം, എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ സംഭവിക്കാം, എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ കൂടിയും നിങ്ങളുടെ ഐഡിയിൽ കൂടിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി കമ്പനിക്ക് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വളരെ പെട്ടെന്ന് തന്നെ ഇ-കൊമേഴ്സ് പോർട്ടൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം വേൾഡിലെ നമ്പർ 1 ആയ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള നല്ല കമ്പനികൾ നിങ്ങൾക്കറിയാം. ഇ-കൊമേഴ്സ് ഇന്ന് വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് നമ്മുടെ ഓൺലൈൻ ബിസിനസ്. അതുപോലെ തന്നെ നമ്മുടെ ഇ-കൊമേഴ്സ്, നമ്മുടെ ഈ പ്രൊജക്റ്റ് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ആ ഇ-കൊമേഴ്സ് പോർട്ടൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ഓൺ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക. നമ്മൾക്കറിയാം ഇന്ന് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു യുഗമാണ്. കാരണം ട്രില്യൺ കണക്കിൽ ട്രേഡിംഗ് നടക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വേൾഡിലേക്കാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഓൺ DHC കോയിൻ ഇന്ന് ടോക്കൺ ആണെങ്കിൽ അതിന്റെ സ്വന്തം ബ്ലോക്ക് ചെയിൻ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ റോഡ് മാപ്പ് 2023 ഒക്ടോബറിലാണ് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയത്. ഏകദേശം ജൂലൈയിൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിന്റെ ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ICO ലോഞ്ചിങ് 2024 ഓഗസ്റ്റ്. ഇ-കൊമേഴ്സ് പോർട്ടൽ വരുന്നുണ്ട്. സെപ്റ്റംബറിൽ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ടോക്കൺ എക്സ്ചേഞ്ചർ, കമ്പനിയുടെ സ്വന്തം ഒരു ഇന്ത്യ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ എക്സ്ചേഞ്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിനും നമ്മൾ നിർമ്മിക്കുന്നതാണ്. ഓക്കെ, ഇനി കമ്പനിയുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരുപാട് പേരുടെ ലൈഫിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് കൊടുക്കുക. ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറിവും സമ്പാദ്യവും, അതാണ് കമ്പനിയുടെ ഉദ്ദേശം. അതായത് അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക, സമ്പാദ്യം ഇല്ലാത്തവർക്ക് സമ്പാദ്യം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ ബിസിനസ്മാൻമാരാക്കി അവരുടെ ഫിനാൻഷ്യൽ സെക്യൂർ ലൈഫ് കൊണ്ടുവരാൻ എന്നുള്ള കമ്പനിയുടെ വിഷൻ. ഫിനാൻഷ്യൽ സെക്യൂർ ലൈഫ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് ഡെയിലി പണിയെടുക്കണു, ഡെയിലി സമ്പാദിക്കണം. പക്ഷേ നമ്മൾക്ക് ഒരു മാസം അതിലൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചിലപ്പോൾ സമ്പാദ്യം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിൻ്റെ ചിലവുകൾ നിന്ന് പോവുകയാണെങ്കിൽ അത് നമ്മളൊരു ഡേഞ്ചർ സോണിലാണ് ഇരിക്കുന്നത്. ആ ഒരു ലൈഫിനെ പ്രോഗ്രസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സെക്യൂർ ലൈഫ് കൊണ്ടുവരാവുന്ന കമ്പനിയുടെ വിഷൻ. അതൊരു കമ്പനിയുടെ മിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് കമ്പനിയുടെ മിഷൻ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ ആണ്. കമ്പനിയുടെ രജിസ്ട്രേഷൻ www.dollarhub.us പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് ഒരു സ്പോൺസർഷിപ്പ് ഇതിലുണ്ട്. അതായത് അതുകൊണ്ട് നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു ലിങ്കിൽ കയറി അതിൽ സ്പോൺസർഷിപ്പ് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ തന്നെ USDT BP20 അഡ്രസ്. ഇത് 4 ഇതിലെ പ്രാധാന്യം. ഇമെയിൽ ID, BP20 അഡ്രസ്സ്, USDT, അതാണ് ഇതിന്റെ പ്രാധാന്യം. കാരണം ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയത് കാരണം നിങ്ങൾക്ക് ആധാർ കാർഡോ പെൻ കാർഡിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടതാണ് $100 ഒരു പാക്കേജ് എടുത്തിട്ട് ഈ ബിസിനസ്സിൽ കടന്നു വരാം.
$100 പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താ കിട്ടുന്നത്? അതായത് ഒരു കംപ്ലീറ്റ് ഒരു ബേസിക് നോളജ്, അതായത് ക്രിപ്റ്റോ കറൻസി എന്താണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ കറൻസി ഇന്ന് വളരെ ഒരു ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ബ്ലാസ്റ്റിംഗ് ഒരു ചേഞ്ചസ് കൊണ്ടുവന്നൊരു മേഖലയാണ്, ഒരു റവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവന്നൊരു മേഖലയാണ്. 2009 സ്റ്റാർട്ട് ചെയ്ത ക്രിപ്റ്റോ കറൻസി ഇന്ന് വളരെ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും വളരെ നിഷ്പ്രയാസം കൊണ്ട് ആയിട്ടുള്ള ഒരുപാട് അനുഭവം ഉള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മേഖലയെ കുറിച്ച് പലർക്കും ഇതിൻ്റെ നോളജ് ഇല്ല. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ബേസിക് നോളജ് എന്താണ് ക്രിപ്റ്റോ കറൻസി, അതിൻ്റെ ലോജിക്സ് എന്താണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, അതുപോലെ തന്നെ മൈനിങ് എന്താണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഒരു നല്ലൊരു ബേസിക് നോളജ് എടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ പാക്കേജ് നമ്മൾക്ക് ഒരു 20,000 രൂപ കൊടുത്താലും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു $100 പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ക്ലാസ് കിട്ടുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും. അതുകൂടാതെ കമ്പനി ഒരു ലെവൽ ഇൻകം, അതുപോലെ തന്നെ റാങ്ക് ഇൻകം, അതുപോലെ തന്നെ റോയൽറ്റി ഇൻകം, ഇങ്ങനെ 3 തരം ഇൻകം കൊടുക്കുന്നുണ്ട്. ലെവൽ ഇൻകം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആൻഡ് പാസീവ് ഇൻകം എന്ന് പറയാം. റാങ്ക് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ ആരും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇൻകം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ റോയൽറ്റി ഇൻകം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ഇൻകം ഉണ്ട്. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ഓരോ സ്ലൈഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡയറക്റ്റ് അല്ലെങ്കിൽ ലെവൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ പലർക്കും തൊഴിലുണ്ടെങ്കിലും ശമ്പളം തികയില്ല, അല്ലെങ്കിൽ സെൽഫ് ബിസിനസ് ഉണ്ടെങ്കിലും വലിയ ലാഭമില്ല. അങ്ങനെ ഒരുപാട് പേര് ഫിനാൻഷ്യലായിട്ട് വളരെ സംഘർഷത്തിലിരിക്കുന്നവരാണ്. അവരൊരു പാർട്ട് ടൈം ആയിട്ട് പോലും ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. നമ്മൾക്ക് ആകെയുള്ള ഡ്യൂട്ടി അതാണ്. ഈ ബിസിനസ് നമ്മൾക്ക് പ്രൊമോഷൻ ചെയ്യുക, ഇതിൻ്റെ നോളജ് പകർന്നു കൊടുക്കുക, പുതിയ ആൾക്കാർക്ക് ഈ ബിസിനസ് എത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഒരു വ്യക്തി 1 മണിക്കൂർ നമ്മൾ ഈ ബിസിനസ് പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസവും 1-2 വ്യക്തികളോട് നമ്മൾ ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആഴ്ചയിൽ നമ്മൾ ഏകദേശം 14 വ്യക്തികളോട് പറഞ്ഞു. 14-ൽ 5 പേര് പോലും നമ്മളുടെ കൂടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലാണ് വരിക. ഇതിൽ 12 ലെവലുണ്ട്. അതിൽ ഫസ്റ്റ് ലെവലിലാണ് വരിക. ഫസ്റ്റ് ലെവലിൽ കമ്പനി കൊടുക്കുന്നത് 30%. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ $30 കിട്ടും. $30 പറഞ്ഞാൽ INR പറയുന്നത് 2,700 രൂപയാണ് നമ്മളെ ഇൻകം വരുന്നത്. ആ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ആരെ കൊണ്ടുവന്നാലും അത് സെക്കൻഡ് ലെവലിലാണ് വരിക. സെക്കൻഡ് ലെവലിൽ 5% കമ്പനി കൊടുക്കും. തേർഡ് ലെവലിൽ 4% കമ്പനി കൊടുക്കും. ഫോർത്ത് ലെവലിൽ 3%, ഫിഫ്ത്ത് ലെവലിൽ 2%, 6 മുതൽ 12 വരെ 1% വെച്ച് കമ്പനി കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ 12 ലെവൽ കമ്മീഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. കമ്പനി എന്താ ചെയ്യുന്നത്? ഒരു $100 ബിസിനസ് വന്നാൽ അതിൻ്റെ 51% ഓൺ ദി സ്പോട്ട് ലെവൽ കമ്മീഷനിൽ കൊടുക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് റാങ്ക് ഇൻകം നോക്കാം. നമ്മൾ ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എടുത്താലും നമ്മൾക്കറിയാം, നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കണ്ടു, ആ ബിസിനസ് വളരെ നല്ലതാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ പറയും. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, അവരിനോടാണ് നമ്മൾ ബിസിനസ് പറയാം. ബിസിനസ് പറഞ്ഞിട്ട് ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പൈസ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാരണം. പക്ഷേ ഈ ബിസിനസ്സിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയാം, ഇതിൽ ഒരാളെ പോലും കൊണ്ടുവന്നാലും ഒരാൾക്കും ഇൻകം കിട്ടാതിരിക്കില്ല. അത് ചെറിയൊരു തുകയല്ല, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം വലിയൊരു തുകയാണ്. അതാണ് റാങ്ക് ഇൻകം. റാങ്ക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വർക്കിംഗ് ഇൻകം എന്ന് പറയാം. അതായത് $100 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഒരു നോൺ വർക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് $1,46,100, അതായത് $1,46,100 വരെ കമ്പനി നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കൊടുക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഡൈജസ്റ്റ് ആവില്ല, ചിലപ്പോൾ നമ്മൾക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻകം. പക്ഷെ ഇത് സിംഗിൾ ലെഗ് പ്ലാനിൽ മാത്രം കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇൻകം. അത് നമ്മൾക്ക് എങ്ങനെയാണ്, എപ്പോൾ കിട്ടും നമ്മൾക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് നോക്കാം റാങ്ക് മെമ്പേഴ്സ് ഇൻകം. ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ ബിസിനസ് വരുന്നതിനെ മെമ്പേഴ്സ് എന്ന് പറയും. റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ഇൻകത്തിന് റാങ്ക് എന്ന് പറയാം. ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടാൻ നോക്കാം. ആദ്യം ഈ ബിസിനസ്സിൽ വരുന്ന എല്ലാവരും 1 by 1 ആയിട്ടാണ് ജോയിൻ ചെയ്യുക. അതായത് സിംഗിൾ ലെഗ് പ്ലാൻ പറഞ്ഞാൽ ഇതിൽ ലെഗ് ഇല്ല, അതായത് ലെഫ്റ്റ് റൈറ്റ് ജോഡി മാച്ചിങ് ഒന്നുമില്ല, ഒറ്റ ലൈനിലാണ് ആൾ. ആദ്യം ജോയിൻ ചെയ്ത ആൾക്ക് 1ാമത്തെ നമ്പറും രണ്ടാമത് ജോയിൻ ചെയ്ത ആൾക്ക് 2ാമത്തെ നമ്പർ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ബിസിനസ്സിൽ ആദ്യം ഒരു 25 പേര് പൂർത്തിയാവുമ്പോൾ ആദ്യത്തെ 8 പേർക്ക് കമ്പനി $100 വെച്ച് കൊടുക്കും. 25 പേര് പൂർത്തിയാകുമ്പോൾ 8 പേർക്ക് $100 വെച്ച്. അതിൽ ആര് വർക്ക് ചെയ്തു ആര് വർക്ക് ചെയ്തില്ല ഒന്നും നോക്കില്ല കമ്പനി. ആദ്യത്തെ 8 സീരിയൽ നമ്പർ, അതിന് പ്ലേസ് ID എന്ന് പറയും, അവർക്ക് $100 വെച്ച് കൊടുക്കും.
അതുപോലെ തന്നെ വീണ്ടും 25 പേര് വരുമ്പോൾ അടുത്ത 8 പേർക്ക് 9 മുതൽ 16 വരെ അങ്ങനെ 25 പേര് കംപ്ലീറ്റ് ആകുമ്പോൾ 8 പേർക്ക് കമ്പനി കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 125 പേരാകുമ്പോൾ ആദ്യത്തെ 8 പേർക്ക് വീണ്ടും $100 കിട്ടും. 250 ആകുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ ചേഞ്ച് ആവും. 250 വരുമ്പോൾ ആദ്യത്തെ 4 പേർക്ക് $200 കൊടുക്കും. അതുപോലെ തന്നെ 500 വരുമ്പോൾ $200 ആദ്യത്തെ 4 വ്യക്തികൾ കിട്ടും. അങ്ങനെ 13 പ്രാവശ്യം കമ്പനി റാങ്ക് ഇൻകം കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും കിട്ടുന്ന ഒരു ഇൻകമാണ്. അതായത് ലാസ്റ്റത്തിലെ ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ 2,88,000 പേര് വരുമ്പോൾ $72,000 വൺ ഷോട്ട് ആയിട്ട് ആദ്യത്തെ 4 വ്യക്തികൾ കിട്ടും. അതിന്റെ അൽഗോരിതം അങ്ങനെ അടുത്ത 2,88,000 വരുമ്പോൾ അടുത്ത 4 പേർക്ക്, അങ്ങനെ ഇതിന്റെ ക്രൈറ്റീരിയ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ബിസിനസ് വളരണം. ഏതൊരു ബിസിനസ് ആയാലും ആ ബിസിനസ്സിലേക്ക് കസ്റ്റമർ വരണം. അതുപോലെ തന്നെ ബിസിനസ് വന്നാൽ മാത്രമേ അതിനെ നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബിസിനസ്സിൽ പലർക്കും ഒരു ചിന്താഗതി ഉണ്ടാവും. ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ 2,88,000 പേര് വരണ്ടേ, വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇനി ബിസിനസ് വളർന്നില്ലെങ്കിലോ നമ്മളുടെ ഇൻകം എന്താവും? പേടിക്കേണ്ട കാര്യമില്ല. അതിന് കമ്പനി നല്ലൊരു സ്ട്രാറ്റജി കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈച്ച് പേ ടു റിലീസ് വൺ പ്രൊമോഷൻ എടുക്കുക. അതായത് ഓരോ നിങ്ങൾക്ക് റാങ്ക് ഇൻകം വർക്ക് ചെയ്യുന്നവർക്ക് റെഫറിൽ വെക്കാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ വർക്ക് ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വർക്ക് ചെയ്യാത്തവർക്ക് ഓരോ പേ ഔട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഓരോ വ്യക്തിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ നോൺ വർക്കിംഗ് ഇൻകം? നിങ്ങൾക്ക് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ റാങ്കിങ് എടുക്കാം. സപ്പോസ് ഞാൻ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു. $100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് $100 ഇൻകം, റാങ്ക് ഇൻകം, ഫസ്റ്റ് റാങ്ക് ഇൻകം വന്നു. വീണ്ടും എൻ്റെ പേരിൽ തന്നെ ഞാൻ $100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റെഫറൽ കമ്മീഷൻ 30ഉം ഈ $100 റാങ്ക് കമ്മീഷൻ കൂടെ $130 വിഡ്രോ എടുക്കാം. അതായത് എപ്പോഴും പ്രോഫിറ്റിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ലൂസേഴ്സ് ഇല്ലാത്തൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 8 പേര് റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ 8 റെഫറൽ വരും. അടുത്ത 8 പേര് റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ 8 പേര് വരും. അങ്ങനെ ഇത് ബിസിനസ്സിൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും അച്ചീവ് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ 99.9% കൂടുതലാണ് മറ്റുള്ള പ്ലാനുകളെ അപേക്ഷിച്ച്. ഇനി റോയൽറ്റി ഇൻകം, കമ്പനി റോയൽറ്റി ഇൻകം കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റോയൽറ്റി ഇൻകം എന്നാണ്. ഒരു പ്രാവശ്യം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേൺ ഓവറിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് എടുക്കുക എന്നുള്ളതാണ്. അതാണ് റോയൽറ്റി നമ്മളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ 13 റാങ്ക് ഇൻകം റിലീസ് ചെയ്യണമെങ്കിൽ 13 റെഫറൽ വെക്കണം. ശരിയല്ലേ? അപ്പോൾ ഈ 13 റെഫറൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് വെക്കാൻ തയ്യാറായാൽ, അത് നിങ്ങളുടെ സെൽഫായിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല, വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ഗ്ലോബൽ സെയിൽസിന്റെ 5% മാറ്റി വെച്ചിട്ട്, അതായത് ഈക്വൽ ആയിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഞാൻ പറയാം. ഇത് മാസത്തിലാണ് കിട്ടുക. 2.5% ആരൊക്കെ 13 റെഫറൽ വെച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാസം വരുന്ന സെയിൽസിന്റെ 5% മാറ്റി വെച്ചിട്ട് അതിന്റെ 2.5% ആരൊക്കെ 13 റെഫറൽ വെച്ചിട്ടുണ്ടോ അവർക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കമ്പനിയിൽ ഇന്ന് ഏകദേശം 90-100 റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ട്. ഇനി അടുത്ത 2.5% കമ്പനി എന്ത് ചെയ്യും? ഇത് റോയൽറ്റി അച്ചീവർ ആണെങ്കിൽ അവരെ ആരാണോ കൊണ്ടുവന്ന് അവർക്ക് ആ 2.5%ന്റെ 20% കമ്പനി കൊടുക്കും. അതിന്റെ മേലെയുള്ള വ്യക്തിക്ക് 10% കൊടുക്കും. അതിന്റെ മേലെ 10 ലെവലിൽ 7% വെച്ച് കമ്പനി കൊടുക്കും. ഇപ്പൊ ഞാനൊരു 10 റോയൽറ്റി അച്ചീവറിന് കൊണ്ടുവന്ന 10 റോയൽറ്റി അച്ചീവറിനും 20% എനിക്ക് കിട്ടും. എൻ്റെ മേലെയുള്ള വ്യക്തിക്ക് 10% കിട്ടും. അതിന്റെ മേലെ 10 ലെവലിൽ 7% വെച്ച് കൊടുക്കും. ഫ്രണ്ട്സ്, ഈ ബിസിനസ് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾക്ക് വലിയ ഏണിങ്സും നമ്മളുടെ ഫാമിലിനെ സെക്യൂർ ആക്കാനുള്ള ഒരു വലിയ സാധ്യത, വലിയൊരു സോഴ്സ് ഈ പ്ലാനിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ സെൽഫായിട്ട് റോയൽറ്റി എടുക്കുന്നവരുടെ ഒരു ചെറിയൊരു ലാഭം അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്, അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾക്കൊന്ന് നോക്കാം. അത് ഞാനൊരു സെൽഫായിട്ട് റോയൽറ്റി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ സ്വയം ഇൻവെസ്റ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഡോളർ ഉണ്ട്, റൈറ്റ് സൈഡിൽ INR ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ID ഞാൻ അടിച്ചിട്ട് 13 റെഫറിൽ എൻ്റെ പേരിൽ തന്നെ ഞാൻ ഇട്ടു. ഓക്കെ, എൻ്റെ പേരിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് 1 + 13 14 ID ആണ്. 14 IDക്ക് $100 വെച്ച് കണക്കാക്കുകയാണെങ്കിൽ $1,400. $1,400 വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 90 അടിച്ചു കഴിഞ്ഞാൽ 1,26,000 രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്നാണോ അടിക്കുന്നത്, ഏത് സെക്കൻഡാണോ അടിക്കുന്നത്,
ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് റെഫറൽ കമ്മീഷൻ 13 ഐഡിയിലും $30 വെച്ച് കിട്ടും. ആ $30 നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം അപ്പം തന്നെ ഓൺ ദി സ്പോട്ട്. അപ്പം $390 നമ്മൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ $390 10% കമ്പനിയുടെ സർവീസ് ചാർജ് കട്ട് ചെയ്താലും $351 നമ്മൾക്ക് തിരികെ ആ ഡോളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $1049 നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. INR പറയുന്നത് 94,410 രൂപ. ഇതിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ലാഭം, അതിലെത്ര റിസ്ക് ഉണ്ട്, അതിലെത്ര വെയിറ്റ് ആണ് നമുക്ക് നോക്കാം. അതായത് 94,410 അല്ലെങ്കിൽ $1049 നിങ്ങൾക്ക് 14 ID കിട്ടും. അതുപോലെ തന്നെ റോയൽറ്റി ഇൻകം ഈ കഴിഞ്ഞ മാസം കൊടുത്തത് ഏകദേശം $23. 94,000 അല്ലെങ്കിൽ $1049 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 23.52 സംതിങ് ആണ് ഡോളർ. ഏകദേശം 2,050 രൂപ നമ്മുടെ INR പറയേണ്ടി വരും. പക്ഷേ ഞാൻ ആ ഇൻകം കണക്കാക്കുന്നില്ല, അതിന് ഞാൻ സൈഡിൽ വെക്കണം. കാരണം അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സെയിൽസ് ആണ്. സെയിൽസ് എത്ര വരുന്നോ, ഇനി ഒരു സെയിൽസ് വന്നില്ല റോയൽറ്റി ഇൻകം ഉണ്ടാവില്ല. 5 സെയിൽസ് വന്നു അത്രേ ഉണ്ടാവുള്ളൂ, 50 സെയിൽസ് വന്നു, അങ്ങനെയാണ് ഈ റോയൽറ്റി ഇൻകം കണക്കാക്കുക. പക്ഷെ ഇതിലൊരിക്കലും സെയിൽസ് വരാണ്ടിരിക്കുക. കാരണം റാങ്ക് ഇൻകം അച്ചീവ് ചെയ്യുന്ന എല്ലാവരും റെഫറിൽ വയ്ക്കുമ്പോൾ 100% ചുരുങ്ങിയത് നല്ലൊരു സെയിൽസ് മാസത്തിലുണ്ടാവും. പക്ഷെ ഞാൻ ആ റോയൽറ്റി ഇൻകത്തിന് സൈഡിൽ മാറ്റി വെച്ചിട്ട് കൺഫേം ഇൻകം ഞാൻ നിങ്ങൾക്ക് പറയാം. അതായത് ഒരു ഐഡിയയിൽ കൺഫേം ഇൻകം പറയുന്നത് $1,46,100, $1,31,60,000 രൂപയാണെങ്കിൽ 14 ഐഡിക്ക് എത്രയായി? 18,42,42,40,000 രൂപ. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അതായത് ഏകദേശം $1,049 ഇത്രയും വലിയൊരു വരുമാനം നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് പല കണക്കുകളും പല കാൽക്കുലേഷനുകളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു 5%, ഇതിൻ്റെ 5% ടോട്ടൽ ബിസിനസ്സിൽ വന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് 92,12,000 നമ്മൾക്ക് വരുമാനം കിട്ടുന്നത്. ഇത്രയെങ്കിലും നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അല്ലേ? ഇനി കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ സിമ്പിളാണ്. കമ്പനിയിൽ സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് $1 ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പ്ലേസ് ID ആ ഒരു സീരിയൽ നമ്പർ കിട്ടണമെങ്കിൽ $100 കൊടുത്ത് നിങ്ങളുടെ ID ഒന്ന് ആക്റ്റീവ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതൊക്കെ സിംഗിൾ ലെഗിലേ വീഴുള്ളൂ, ഒറ്റ ലെഗിലേ വരുള്ളൂ. അതിൻ്റെ റെഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ 12 ലെവൽ കമ്മീഷൻ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എല്ലാ റാങ്കിലും നിങ്ങൾക്ക് ഒരു വ്യക്തിനെ പ്രൊമോട്ട് ചെയ്താൽ അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് വിഡ്രോ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ മുതൽ 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങളുടെ USDT BEP20 USDT നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് നിങ്ങളുടെ IDയിൽ നിങ്ങൾക്ക് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ OTP സിസ്റ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ID തുറന്നിട്ട് വാലറ്റ് അഡ്രസ്സ് പ്ലേസ് ചെയ്തിട്ട് സെൻഡ് OTP അടിച്ചു കഴിഞ്ഞാൽ ഇമെയിൽ IDയിലേക്ക് OTP വരും. OTP വന്നതിന് ശേഷം നിങ്ങൾ അതിനെ ഓക്കെ കൊടുത്തിട്ട് വിഡ്രോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിലേക്ക് എമൗണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കി. കാരണം ഒരുപാട് നേരം കാണാനായിട്ട് ആർക്കും സമയമില്ല. ഇന്ന് വളരെ ബിസിയുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല ഫാമിലിയും നമ്മൾക്ക് പണ്ടൊക്കെ ഒരു ഫാമിലിയിൽ 10 പേരുണ്ടെങ്കിൽ ഒരാൾ സമ്പാദിച്ചാൽ മതി. പക്ഷേ ഒരു ഫാമിലിയിൽ നിന്ന് 10 പേരുണ്ടെങ്കിൽ 10 പേരും സമ്പാദിച്ചാലും ഒരു ഫാമിലി കഴിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ. ടെക്നോളജിക്കൽ ബേസ് ആയാലും എന്താ പറയുക, നമ്മളെ ഇക്കണോമിക്കൽ ബേസ് ആയാലും എല്ലാ തരത്തിലും നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ കുതിച്ച് ചാടുന്നൊരു ലൈഫാണ് നമ്മളുടെ. അപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത്രയ്ക്ക് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഈ ബിസിനസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ A to Z നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടും. കമ്പനിയുടെ റോഡ് മാപ്പ്, കമ്പനിയുടെ പ്ലാനിങ്, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് www.dollarhub.us പോയി കഴിഞ്ഞാൽ കിട്ടും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.